ആരാധകർ കാത്തിരുന്ന സെമി ഫൈനൽ നാളെയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് നേരിടുന്നത്. ഈ ഒരു മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അവസാനത്തെ രണ്ട് സെമി ഫൈനൽ എടുത്താൽ ആദ്യത്തെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ പ്രതികാരം വീട്ടി. ഇപ്രാവശ്യം ഇംഗ്ലണ്ടിന്റെ കയ്യിലാണ് മത്സരം നിൽക്കുന്നത്. അവരെ തിരിച്ച് പ്രതികാരം വീട്ടുമോ അതോ വീണ്ടും ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമോ? ഇതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏക പ്രതീക്ഷ സഞ്ജുവിലാണ്. കാരണം സഞ്ജു അത്രയ്ക്കും ഫോമിൽ നിൽക്കുന്ന താരമാണ്. സഞ്ജു ഒറ്റയ്ക്ക് മതി ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കാൻ. നിലവിലെ T20 വേൾഡ് കപ്പിലെ ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസ് നോക്കിയാൽ അവരത്ര മികച്ച കളിയല്ല കാഴ്ചവെക്കുന്നത്. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പോലെ അത്ര ടൈറ്റ് മത്സരമായിരിക്കില്ല നാളത്തേത്. പക്ഷേ ഇത് സെമി ഫൈനലാണ്. ഇംഗ്ലണ്ട് എപ്പോൾ വേണമെങ്കിലും ഫോം ആകാം. അവരുടെ ടീമിലെ ജോസ് ബട്ട്ലറൊക്കെ ഔട്ട് ഓഫ് ഫോം ആണ്. പണ്ടത്തെ ബട്ട്ലർ ആണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മതി ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ. എന്നാൽ ഇപ്പോൾ പുതിയ താരങ്ങളാണ് ഇംഗ്ലണ്ട് ടീമിൽ. അതുകൊണ്ട് ഇന്ത്യക്ക് നോക്കി കളിച്ചാൽ നാളത്തെ സെമി ഫൈനൽ വിജയിക്കാൻ സാധിക്കും. സഞ്ജുവും അഭിഷേകും തന്നെയായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. മികച്ചൊരു സ്റ്റാർട്ട് കിട്ടിയാൽ ഇന്ത്യക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കും. സഞ്ജു ഔട്ടാവാതെ ക്രീസിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ടീമിന് നല്ല ഗുണകരമാണ്. അതുപോലെ തന്നെ ഇഷാനും അഭിഷേകും വിക്കറ്റുകൾ വലിച്ചെറിയുന്നുണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണിയായിരിക്കും. തിലക് വർമ്മ നല്ല കളി തന്നെയാണ് ലാസ്റ്റ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. നിലവിലെ സാഹചര്യം നോക്കിയാൽ ഇന്ത്യക്ക് തന്നെയാണ് വിജയ സാധ്യത. കാരണം വെസ്റ്റ് ഇൻഡീസിനെ അടിച്ചിട്ടാണ് ഇന്ത്യ സെമിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. അഭിഷേക്, സഞ്ജു, ഇഷാൻ സൂര്യ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ബുംറ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. നാളത്തെ മത്സരത്തിൽ സഞ്ജു ഫോം ആകുമെന്ന് തന്നെ നമുക്ക് കരുതാം. സഞ്ജുവിൻ്റെ ഒരു വെട്ടിക്കെട്ട് സെഞ്ചുറിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.